ഗൈസ് നാളെ നമ്മുടെ ഈസ്റ്റർ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗ് എൻ്റെ അനിയത്തിയും നാത്തനും കൂടെ പോകാൻ പോവുക. അപ്പം നമ്മുടെ ഈസ്റ്റർ സെലിബ്രേഷൻ ഇവിടെ തുടങ്ങുക. ഗൈസ് നാളെ നമ്മുടെ ഈസ്റ്റർ ആഘോഷം മാത്രമല്ല പപ്പാടെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കൂടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കേക്ക് മേടിക്കാൻ പോവാണ് വൈകിട്ട്. സോ വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പം ഗൈസ് ഈസ്റ്ററിൻ്റെ തുടക്കമാണ്, നമ്മൾ ചർച്ചിൽ പോകാൻ പോവാണ്. അപ്പം ഹാപ്പി ഈസ്റ്റർ പറയാറായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ ഓൾറെഡി റെഡിയായി. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. അപ്പം ഫോട്ടോസ് നിങ്ങൾ തമ്മിലൊക്കെ കാണാൻ പറ്റും എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഓൾറെഡി സെറ്റായി. ആനിയും നമ്മുടെ ലിയോണും കെസിയൊക്കെ ഇപ്പം അവസാനം ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നോളൂ, അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം 11 o'clock നമ്മൾ ചർച്ചിൽ പോകണം. അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്, ഫുൾ ഫാമിലിയായിട്ട് നമ്മൾ ചർച്ചിൽ പോകാൻ പോകണം. അപ്പം ആദ്യത്തെ ഈസ്റ്ററിൻ്റെ ആദ്യത്തെ തിങ് ടു ഡു is going to church. അപ്പോൾ നമ്മൾ ചർച്ചിൽ പോവാണ്. എൻജോയ് അവർ ഈസ്റ്റർ വ്ലോഗ് ഗൈസ്. 11 മണി ഓൾറെഡി. റെഡി അല്ലേ? ഗൈസ് നമ്മുടെ അനീച്ചറുത് ഗൾഫിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റർ ആയിട്ട്. ഈ മിസ് ഈസ്റ്റർ വിത്ത് ഫാമിലി. ഇല്ല ഒരാള് കണ്ണെഴുതി കഴിയും. ഇല്ല തിരി എടുക്കട്ടെ. ഇവർക്ക് നിങ്ങൾക്ക് തിരിയണ്ടേ? 2 തിരി കൊണ്ടുവെക്ക. ഇനിയുള്ള ഒരെണ്ണം ലിച്ചിനും കൊടുക്കും. വിടി പോവാം. അമ്മ പോയിട്ട് വരാവേ. അപ്പൊ പോയിട്ട് വരാട്ടോ. എടേ നല്ല ഇടി വെട്ടുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വെളുപ്പാങ്കാലം 4 മണിയായപ്പോഴാണ് ചർച്ചിലെ സർവീസ് എല്ലാം തീർന്നത്. അപ്പം തന്നെ എല്ലാവരും ടയർഡായി, വിശക്കുന്നു, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അങ്ങനെയുള്ള സീനിലാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. അപ്പോൾ തന്നെ നാത്തൂൻ പെട്ടെന്നൊരു ചായ ഉണ്ടാക്കി. ഞാനത് കുടിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയി. പിന്നെ കിച്ചണിലുണ്ടായിരുന്നത് എന്തൊക്കെയോ കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. ഞാനും പല്ലേച്ച് ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം നാളെ രാവിലെയാണ് നമ്മുടെ വീട്ടിലെ ഈസ്റ്റർ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗായ്സ്. അപ്പം ഞാൻ എണീറ്റപ്പോൾ തന്നെ 9:30 മണിയായി. അപ്പോഴത്തേക്കും നാത്തൂരും അനിയത്തിയും എല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന്. അതിന് മുന്നേ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഈസ്റ്റർ ഗായ്സ്. അപ്പം നമ്മുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ നാത്തൂൻ റെഡിയാക്കി. അപ്പം നമുക്കത് ബീഫ് സ്റ്റൂ ആണ് ഇന്ന് നമ്മുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന്. സോ അതല്ലാണ്ട് നമുക്കെന്താണ്, സ്റ്റീം ചെയ്ത ബ്രെഡാണ് കണ്ടോ, രണ്ടിടത്തും. സോ ആക്ച്വലി ഈ പരിപാടി ചെയ്യുമ്പോൾ ഒന്നും ഞാനില്ലായിരുന്നു, കാരണം ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയാം നമ്മൾ ക്രിസ്മസിന് മാത്രമാണ് വലിച്ചു വാരി തിന്നാറുള്ളത്. അപ്പം ഈസ്റ്റർ ആണെങ്കിലും ഐ ആം ഓൺ മൈ കാലറി ഡെഫിസിറ്റ്. അതുകൊണ്ട് ബ്രെഡും സ്റ്റൂ ആണ് രാവിലെ. പക്ഷേ നമ്മൾ ബ്രെഡ് എടുക്കുന്നില്ല ഗൈസ്, ഓൺലി ബീഫ് പ്രോട്ടീൻ. ഈസ്റ്ററിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വിൽ ബി ഓൾവേസ് അപ്പോസ് ടു അല്ലെങ്കിൽ ബ്രെഡും സ്റ്റൂ. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ഇതാണ് ഞങ്ങളുടെ വൈബ്. എടേ ഒബാമ കഫേയിലാണ് നിങ്ങൾ ഓർഡർ ചെയ്തത്? അല്ലല്ലോ, ക്രോണി ചേട്ടൻ്റെ അടുത്തല്ലേ? ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറേ പേര് ഉറങ്ങുന്നു, കുറേ പേര് സിനിമ കാണുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും വീട്ടിലില്ല. കാരണം നാളെ നമ്മുടെ പപ്പായുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം എൻ്റെ ബ്രദർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് ആരും ചെയ്യണ്ട, എല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ അടുത്തൊരു കാറ്ററിംഗ് ഉണ്ട്, അവിടെ നമ്മൾ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം അത് വരും. പിന്നെ നാളെ വെഡിങ് ആനിവേഴ്സറിയാണ്, പക്ഷേ നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇന്ന് ഈസ്റ്ററിന് ഞാനൊക്കെ തിരിച്ച് വീട്ടിൽ പോകുന്നതുകൊണ്ട് നാളെ ആരും കാണാത്തതുകൊണ്ട് ഇന്ന് നമ്മളതെല്ലാം സെലിബ്രേറ്റ് ചെയ്ത് തീർക്കുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബിരിയാണി വരണം. ബിരിയാണി നമ്മൾ ഇന്ന് ലഞ്ചിനുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്ന് നമുക്ക് എടുക്കാം. ഇതെന്താ ഇത് പപ്പടമാണോ ഈ ബോക്സിൽ തന്നത്? ഓ മൈ ഗോഡ്. എടുക്കാവോ ഒറ്റയ്ക്ക്? ഞാൻ എടുക്കണോ? ഇന്നത്തെ ലഞ്ചിൻ്റെ മൊത്തം പ്ലാനിങ് ചെയ്തത് ഞങ്ങളുടെ സ്വന്തം ബ്രദറാ, ദുബായിലിരുന്നുകൊണ്ട്. എൻ്റെ ആനിയുടെയും ബ്രദർ, എൻ്റെ നാത്തൂൻ്റെ സ്വന്തം കെട്ടിയോൻ. പപ്പയുടെ മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈസ്റ്ററും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് ഹൗ ഹീസ് ബീങ് എ പാർട്ട് ഓഫ് അവർ സെലിബ്രേഷൻസ്. അപ്പം എല്ലാ സെലിബ്രേഷൻസും ഈ ഗൾഫിലുള്ളവർക്ക് ഓടി വരാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ അവർ മിസ് ചെയ്യും, അവർ നമ്മളെയും മിസ് ചെയ്യും. പക്ഷേ ദിസ് ഇസ് ലൈഫ്. നമ്മളിതെല്ലാം ഫേസ് ചെയ്യണം. വി നോ.
അപ്പൊ നമ്മുടെ ലഞ്ച് ടൈം ആണ്. അപ്പം നമ്മുടെ ബിരിയാണി അൺബോക്സിങ്. ചെമ്പ് പൊട്ടിക്കാം. ലൈറ്റ് ഇടില്ല. നമ്മുടെ ഈസ്റ്റർ 2025 പ്ലസ് മമ്മയുടെയും പപ്പാടെയും വെഡിങ് ആനിവേഴ്സറിയുടെ ബിരിയാണിയാണിത്. നമ്മളെല്ലാരും ഓക്കെ. ലിയോണാണോ വെള്ളം എടുക്കുന്നത്? മോനെ വെള്ളം എല്ലായിടത്തും ടേബിളിൽ വെക്കടാ. ഓക്കെ. ഇത് എനിക്ക് വിളമ്പാൻ അറിയത്തില്ല. 40 വർഷത്തെ അവരുടെ സന്തോഷകരമായ അടിയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുമുള്ള അവരുടെ 40 വർഷത്തിന്റെ 40 വർഷത്തിന്റെ 40 വർഷത്തിന്റെ സക്സസ്ഫുൾ ദാമ്പത്യം. എന്റെ വ്ളോഗ്സില് ജഗതി ശ്രീകുമാറാണ് നിൽക്കുന്നത്. കൊമേഡിയൻ. അവര് 15 പറഞ്ഞു കഴിഞ്ഞാൽ 15 ചിക്കൻ പീസ് വെക്കത്തോളായിരിക്കും. അത്രേ വെക്കത്തുള്ളൂ. പിന്നെ 15 ബിരിയാണി പറഞ്ഞാൽ 15 ചിക്കൻ പീസ്. അല്ല, ചിക്കൻ ബിരിയാണിയിൽ 2 പീസ് ഇല്ലേടെ? മുട്ടയില്ലേ? മുട്ടയില്ലേ ചിക്കൻ ബിരിയാണിയില്ലേ? ഗോയ്സ്, അപ്പൊ നമ്മളതേ ബിരിയാണി സെറ്റായിട്ട്. എനിക്ക് പപ്പടം വേണ്ടടേ. പപ്പടം വേണ്ട ബിക്കോസ് ഇറ്റ്സ് ഫ്രൈഡ്. നമ്മൾ എടുത്തിരിക്കുന്നത് 3 പീസ് ചിക്കൻ, പിന്നെ ഒരു ഇച്ചിരി റൈസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, വിത്തൗട്ട് അച്ചാർ ആൻഡ് പിക്കിൾ. ഇതിന്റെ ചിക്കൻ നല്ലായിരുന്നു, ഇതിന്റെ റൈസ് നല്ലായിരുന്നു, നല്ല നെയ്യായിരുന്നു. പക്ഷേ നല്ല നെയ്മയപ്പുണ്ടായിരുന്നു, നല്ല കാഷ്യൂനട്ട് മുന്തിരി ഇല്ല. പക്ഷെ മുട്ടയില്ലായിരുന്നു, പൈനാപ്പിൾ എന്നിട്ടല്ല എന്റെ അധികം കാഷ്യൂനട്ട് കിട്ടുമല്ലേടാ? എനിക്ക് എന്റെ പ്ലേറ്റിൽ കുറെ കാഷ്യൂനട്ട്. അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ സഹോദരൻ ഡാനിയൽ ഫെലിക്സിനോടാണ്. നമുക്ക് ആവശ്യത്തിന് ചോറും ചിക്കനും മേടിച്ചു തന്ന ഡാനിയൽ ഫെലിക്സിനോടാണ് എനിക്ക് നന്ദി പറയേണ്ടത്. എല്ലാരും കഴിച്ചതേ അവിടെ ഇനിയും ബാക്കി ഇരിപ്പുണ്ട്. പക്ഷെ 15 എണ്ണം വേണ്ടായിരുന്നല്ലേ? ഇനി കുറച്ചും കൂടി വൈകിട്ടത്തേക്ക് കാണോ അമ്മ? അല്ല, ഈ ബിരിയാണിയോട് വളരെ സാമ്യമുള്ളതാണ് ഇവരുടെ ജീവിതം. ചില ചിക്കൻ പീസ് പോലെയും ഇതിനകത്തുള്ള ചില കുരുമുളക് പോലെയും കറിവേപ്പില പോലെയും, കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ചില പ്രശ്നങ്ങളും, പച്ചമുളക് പോലെ എരിവുള്ള അല്ലല്ല എരിവുള്ള ചില അനുഭവങ്ങൾ പോലെയും, കറിവേപ്പില പോലെ വലിച്ചെറിയേണ്ട ചില അനുഭവങ്ങളും, വലിയ എന്തിനോ മണത്തിന് വേണ്ടി മാത്രമുള്ള ചില അനുഭവങ്ങളും, മുന്തിരി പോലെ സന്തോഷം നിറഞ്ഞ മക്കളെ ഉണ്ടായതിന്റെ അനുഭവങ്ങളും, കാഷ്യൂനട്ട് പോലെ, അണ്ടിപ്പരിപ്പ് പോലെ, ഞാൻ എന്നെ പോലെ ഇതുപോലെയാണ് ഇവരുടെ 40 വർഷത്തെ ജീവിതം കടന്നുപോയത്. അതുപോലെ ഒരുപാട് ബിരിയാണി തിന്നാനായിട്ട് ഇവർക്കും പറ്റട്ടെ, നമുക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 40 വർഷത്തെ ഈ ആഘോഷം ഇവിടെ പൂർത്തിയാവുകയാണ് ഗൈസ്, പൂർത്തിയാവുകയാണ്. ഗൈസ്, ബിരിയാണി കഴിച്ച എല്ലാവരുടെ ആഫ്റ്റർ എഫക്ട്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കഴിച്ച് ഞാൻ ചിക്കനും ഒരു റൈസേ കഴിച്ചുള്ളൂ കേട്ടോ. ഓൾറെഡി ഞാൻ മത്തടിച്ചു. അപ്പം കെസിയാ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ബിരിയാണി തിന്ന് മത്തടിച്ചതാ ഇവിടെ കിടക്കുന്നു. അടുത്ത ആള് ജോഷിനിയുടെ മത്തടി മുഖം, മത്തടിച്ച് ബിരിയാണി നിന്ന് മത്തടിച്ച്. ലിയോണ്ട് അടുത്ത ആള് മത്തടിച്ച് കിടക്കുന്നത്, എന്നാലും കഴിച്ചോണ്ടിരിക്കുക കണ്ടിന്യൂസ്. ബിരിയാണി മത്തടി. അച്ഛാ ഇതാണ്ട് എന്റെ കെട്ടുകൊണ്ട മത്തടി ഫേസ് ആഫ്റ്റർ ബിരിയാണി. ബിരിയാണി എങ്ങനെയുണ്ട് അച്ഛാ? അപ്പോൾ ഗൈസ്, നമ്മുടെ ലഞ്ചും കഴിഞ്ഞ് ഇനി നമുക്ക് ലഞ്ച്, അതായത് ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിൻ്റെ
ഇൻലോസിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ കൊടുക്കാൻ കൊണ്ടുപോവുക. സോ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ നല്ല രസം. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പം ഇത് കൊല്ലം താന്നി എന്ന് പറയുന്നത് അപ്പം എൻ്റെ ബ്രദറിൻ്റെ ഇൻലോസിൻ്റെ സ്ഥലം, അതായത് എൻ്റെ നാത്തൂൻ്റെ. സോ അടിപൊളി സ്ഥലമാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം പോകുന്നത് താന്നിയിലാണോ തങ്കശ്ശേരിയാണോ? Where we are going first? നമുക്ക് ജോഷിന് വീട്ടിൽ കൊടുക്കാം, കാരണം അവര് ഫുഡ് കഴിച്ചോ? ഇല്ലല്ലോ ഗൈസ്. കൊല്ലത്ത് താന്നി എന്ന് പറയുന്ന സ്ഥലം നല്ല ഫേമസ് സ്ഥലമാണ്. ബിക്കോസ് ഭയങ്കര വ്യൂ ആണ് അവിടുത്തെ. ബീച്ച് വ്യൂ ഒക്കെ അടിപൊളിയാണ്. കൈൻഡ് ഓഫ് ഐലൻഡ്, പക്ഷെ അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇതാണ് താന്നിയുടെ തുടക്കം അല്ലേടാ? സോ ആ കാണുന്ന അടിപൊളി ബീച്ച് വ്യൂ. ഗോവയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ പോയി ഇരിക്കണമെങ്കിൽ ആളുകൾ ക്യൂ നിൽക്കും. ഇവിടെ ഞങ്ങൾക്ക് ഫ്രീ ആണ് ഗൈസ്, ഫ്രീ. എൻ്റെ നാത്തൂൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. യു ഇതിവിടെ ഒരു ചെറിയ മാതാവിൻ്റെ ഒരു ചെറിയ ഒരു കുശടി പോലെയാണ് ഇതേ. സോ ഇതാണ് പുള്ളിക്കാരിയുടെ വീടിൻ്റെ, അവർ പണി നടന്നുകൊണ്ടിരിക്കുക. സോ ഇതിൻ്റെ ഇപ്പുറം ബാക്ക് സൈഡുള്ള വ്യൂ ആയത്. സോ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. സോ ഇപ്പം നോക്കാം, ലൈക്ക് ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റുമൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യൂ കാണണമെങ്കിൽ നമ്മുടെ കൊല്ലത്തോട്ട് വന്നാൽ മതി ഗൈസ്, തന്നിയിലോട്ട് വന്നാൽ മതി. ഇത് ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലങ്ങൾ ഗൈസ്. ഞാനും ആനിയും വിനുവും ഒക്കെ ക്രിസ്മസിന് ഇവിടെ വരണം. ക്രിസ്മസിന് ഇവിടെ വരുമ്പോഴാണ് എൻ്റെ കറക്റ്റ് വൈബ് അറിയുന്നത്. ആക്ച്വലി ഈ സൈഡിൽ നിന്ന് കടൽ കയറി ഇവിടം വരെ വന്നതാ. നേരത്തെ ഇത് അങ്ങ് കിടക്കുമായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഇവിടം വരെ കയറിയ ഗൈസ്. അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് എന്റെ അച്ഛൻ്റെ സ്വന്തം കെട്ടിയന്റെ വീട്ടിലോട്ടാണ്. അപ്പൊ എന്റെ മോം, മദർ ഇൻ ലോ, ഇവ ഓൾമോസ്റ്റ് 3 മണിയായപ്പോഴാണ് ഞാൻ ബിരിയാണി കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബിരിയാണി കൊടുത്ത് തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നു. ഇനി അടുത്താണ് കേക്ക് മുറിക്കലും പരിപാടിയൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് അതിനെല്ലാം സെറ്റ് ചെയ്യണം. സോ വീട്ടിൽ പോവാം. അയ്യോ, ബിരിയാണി തിന്നിട്ടൊന്നും ഉറങ്ങിയില്ല. എടാ ഇനി അടുത്ത പരിപാടി പപ്പാടേയും മമ്മാടേയും കേക്ക് മുറിക്കലല്ലേ? ഇനി അടുത്തത് കേക്ക് കട്ടിങ് ആണ് ഗായ്സ്. അതിന് കുറച്ച് സമയം എടുക്കും. ഇപ്പം വിനു അവൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ അവിടെ പപ്പാടേയും മമ്മാടേയും കേക്ക് കട്ട് ചെയ്യാൻ സമയമായി. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു ഗായ്സ്. എൻ്റെ ബ്രദർ ദേ ഇരിക്കുന്ന ഫോണിൽ. എല്ലാവരും ലിയോ വാ. കട്ടെ റെഡി 1 2 3 കട്ടെ ആനിവേഴ്സറി 40 വർഷത്തെ ആനിവേഴ്സറി. അയ്യോ അമ്മയ്ക്ക് ടാബ്ലറ്റ് കഴിക്കാനുള്ളൂ, അതുകൊണ്ട് കേക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഓ തനിയെ തിന്നുന്ന്. ഗായ്സ് അങ്ങനെ അവർ സക്സസ്ഫുള്ളി 40 years കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പപ്പ ആ സമയം കൊണ്ട് പപ്പ ഷുഗർ വലിയൊരു പീസ് അകത്താക്കി പപ്പ. കേക്കിന് അറ്റാക്ക് ചെയ്യണം ഗൈസ് ആളുകൾ. ഞാൻ ഫണ്ട് ചെയ്ത് അപ്പം ഗായ്സ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. നമ്മൾ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു ഗൈസ്? നമ്മുടെ കേസ് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞ കേസി. ഹാപ്പി ഈസ്റ്റർ.
ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഗൈസ്, പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്യലോടെ ഈ വർഷത്തെ ഈസ്റ്റർ പ്രോഗ്രാംസ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തിരിക്കണം. അടുത്ത പെസഹ, അടുത്ത വെള്ളിയാഴ്ച, അടുത്ത ഈസ്റ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷേ എന്നാലും എവ്രി ഇയർ ഇറ്റ്സ് സോ ന്യൂ. അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങളും ഇങ്ങനെയുള്ള ടുഗദർനെസ്സുമാണ് നമ്മുടെയൊക്കെ ബോണ്ടൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത് ആസ് എ ഫാമിലി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്സ് ഗൈസ്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല, പക്ഷേ യു ഗൈസ് ആർ പാർട്ട് ഓഫ് മൈ ഫാമിലി, യു ഗൈസ് ആർ പാർട്ട് ഓഫ് മൈ ഡ്രീം. സോ യു ഗൈസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടുമോറോ.